വെച്ച കൂട്ടിയിട്ട് പോയിക്കോ, ഞങ്ങൾ ഒരാളും പിടിച്ചു വെച്ചില്ല. ഞങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ഇവിടുത്തെ പോലീസ് SFIയുടെ ജില്ലാ സെക്രട്ടറിയാണ് സംസാരിക്കുന്നത്. ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് വിഷയങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ ഒരു സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ KSU നേതാക്കന്മാര് മീഡിയസിനെയും കൂട്ടി വന്നു. ഇവിടെ പോലീസിനെ കൊണ്ടുവന്ന് ഇതിന്റെ ഉള്ളിൽ സംഘർഷ സാധ്യത ഉണ്ടാക്കി, സംഘർഷമുണ്ടായി. സംഘർഷത്തിൽ SFI പ്രവർത്തന തലക്ക് പരിക്കേറ്റ് ഇപ്പോൾ ആശുപത്രി ഉണ്ടാവും, ജനറൽ ആശുപത്രി പോയി ഇപ്പോൾ കാണാം. വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചു. ഇപ്പോൾ ക്യാമ്പസുമായി ബന്ധപ്പെട്ട് ക്യാമ്പസ് പോലീസ് പറ്റുന്ന പോലെ നരനായിട്ട് നടത്തി. എന്നിട്ടിപ്പോൾ വീണ്ടും പറയുന്നു ഇവിടെ SFI സംഘർഷം ഉണ്ടാക്കും. സംഘർഷം ഉണ്ടാക്കാൻ പുറത്തുനിന്ന് KSUവിന്റെ നേതാക്കന്മാർ, ജില്ലാ ഭാരവാഹികളും സംസ്ഥാന ഭാരവാഹികളും മനഃപൂർവ്വം വന്നിരിക്കുകയാണ്. ഇവിടെ മറ്റൊരു വിധത്തിലുള്ള KSU പ്രവർത്തകർ പോലും ഈ ക്യാമ്പസിലില്ല. ആ നിലയിലാണ് ഇവിടെ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ആ സംഘർഷത്തിന്റെ ഭാഗമായി SFIയുടെ നേതാക്കന്മാർക്കാണ് പരിക്കേറ്റത്. ഇപ്പോൾ പറയുന്ന കേട്ടെത്തുന്നു വേട്ടക്കാരനും ഇരയും എല്ലാം അവരായി തീരുകയാണ്. അതിനോടൊപ്പം നിങ്ങളും കൂടുന്നു. നിങ്ങളെ വിളിച്ചുകൊണ്ടുവന്നായിരുന്നു നല്ല ധാരണ എനിക്കുണ്ട്. ആ വിളിച്ചുകൊണ്ടുവരുന്ന നിങ്ങൾ കൃത്യമായി ഇതിൻ്റെ അകത്തൊരു ധാരണ മനസ്സിലാക്കണം. ഇവിടെ ഉള്ളിൽ സമാധാനപൂർവ്വമായിട്ട് ഒരു പ്രതിഷേധ സമരം നടക്കുന്നതിനാണ് ഇവരിവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത്. അല്ലല്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഉള്ളവരാണ്. ഞാൻ കോളേജിലുള്ള ആളല്ല, ഞാൻ SFIയുടെ ജില്ലാ സെക്രട്ടറിയാണ്. ഞാൻ ഇതിൻ്റെ ഉള്ളിലൊന്നും ഉണ്ടായില്ല, ഞാൻ പുറത്താണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവരുള്ള പോലെ തന്നെ ആ പ്ലേസിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അതിൻ്റെ അകത്തൊന്നും ഏതോ ഒരു KSUവിന്റെ യൂണിറ്റ് പ്രസിഡന്റിനെ അകത്ത് പിടിച്ചു വെച്ച് മർദ്ദിക്കുകയാണെന്നുള്ളതാണ് KSUവിന്റെ ആരോപണം. അങ്ങനെ ഒരാളുടെ നിങ്ങൾക്ക് പരിശോധിക്കാം, ഒരു പരിശോധന. അങ്ങനെ ഒരാളുടെ നിങ്ങൾക്ക് പരിശോധിക്കാം, അങ്ങനെ നിലയൊന്നുമില്ല. ഏതായാലും കണ്ണൂർ ഗവൺമെന്റ് ITIയിലാണ് SFIയും KSU പ്രവർത്തകരും തമ്മിൽ പരസ്പരം ഇത്തരത്തിലുള്ള ഒരു സംഘർഷം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ KSUവിന്റെ ഇവിടെയുള്ള യൂണിറ്റ് പ്രസിഡന്റാണ് ഇത്തരത്തിൽ പോലീസ് ഇവരെ എടുത്തുകൊണ്ടുപോകുന്ന നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതായത് SFI പ്രവർത്തകന്മാർ മർദ്ദിച്ച് അവശനാക്കിയാണ് ഈ പ്രവർത്തകരെ അവശനാക്കിയതാണ് എന്നുള്ളതാണ് ഇപ്പോൾ ആരോപിക്കുന്നത്. KSUവിന്റെ യൂണിറ്റ് പ്രസിഡന്റാണ്. യൂണിറ്റ് പ്രസിഡന്റിനെ SFI പ്രവർത്തകർ മർദ്ദിച്ച് അവശനാക്കി എന്നുള്ളതാണ് ആരോപണം. നേരത്തെ ഇവർ തടഞ്ഞു വെച്ചിരുന്നു, ക്യാമ്പസിനകത്ത് തടഞ്ഞു വെച്ചിരുന്നു എന്ന ആരോപണമുണ്ട്. ഇപ്പോൾ പോലീസാണ് ഇവരെ ചുമന്നുകൊണ്ട്, ഈ KSUവിന്റെ പ്രവർത്തകനെ ചുമന്നുകൊണ്ട് ഈ സ്ഥലത്തേക്ക് പുറത്തേക്ക് കൊണ്ടുവന്നത്. ആശുപത്രിയിലേക്ക് ഉൾപ്പെടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി ബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. പ്രതികരണത്തിനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലല്ല ഇപ്പോൾ ഉള്ളത്. പോലീസ് വാഹനത്തിൽ തന്നെയാണ്, പോലീസ് വാഹനത്തിലാണ്. ഈ SFI പ്രവർത്തകർ ക്യാമ്പസിനകത്ത് വെച്ച് ഈ വിദ്യാർത്ഥിയെ മർദ്ദിച്ച് അവശനാക്കുകയായിരുന്നു, അബോധാവസ്ഥയിലാക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ KSU നേതാക്കൾ പറയുന്നത്. വിദ്യാർത്ഥി അബോധാവസ്ഥയിലാണുള്ളത്. പോലീസാണ് ഇവരെ ക്യാമ്പസിനകത്തു നിന്നും പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്തത്. ഇപ്പോൾ പോലീസ് വാഹനത്തിലാണ് ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. എന്തായാലും SFI പ്രവർത്തകർ മർദ്ദിച്ച് ഈ വിദ്യാർത്ഥിയെ അബോധാവസ്ഥയിലാക്കി എന്നുള്ളതാണ് KSU നേതാക്കൾ പറയുന്നത്.